ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കെംജിരിയുടെ സെക്കൻഡ് എപ്പിസോഡാണ്. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 2010, അതായത് ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിന്ന് 15 വർഷം മുമ്പുള്ള കാര്യമാണ് കാണിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ കണ്ട അതേ ഫ്ലാഷ് ബാക്കിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ആ ഒരു മാസ്റ്ററിൻ്റെ വീട്ടിലേക്ക് കെമ്മിൻ്റെ പാരൻസ് അവനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാണിക്കുന്നത് കെമ്മാണെങ്കിൽ അവിടെ തന്നെയുള്ള ഒരു റൂമിൽ ഉറങ്ങിക്കിടക്കുന്നതാണ്. ആ സമയം ഒരു പയ്യൻ വന്നിട്ട് കെമ്മിനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ആ പയ്യൻ നോക്കുമ്പോൾ മറ്റൊരു റൂമിൽ ആ ഒരു മാസ്റ്റർ ആണെങ്കിൽ ഇതിന് എന്തൊക്കെയോ മന്ത്രങ്ങൾ പറയുന്നുണ്ട്. കുറേ നേരം പറയുമ്പോഴത്തേക്കും ഈ മാസ്റ്റർ ആണെങ്കിൽ ചോര തുപ്പുന്നുണ്ട്. എന്നാൽ അയാളൊന്നും കാര്യമാക്കുന്നില്ല. ഇയാളുടെ കയ്യിൽ ചെറിയൊരു മുറിവ് വരുത്തുന്നുണ്ട്. എന്നിട്ട് ഫ്രണ്ടിൽ ഇരുന്ന പാത്രം അതിൽ വെള്ളം ഉണ്ടായിരുന്നതിൽ അയാളുടെ ചോരത്തുള്ളികൾ അയാൾ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ആ ഒരു മന്ത്രം പറഞ്ഞു തുടങ്ങുമ്പോൾ ഇയാൾ തുപ്പിയ സമയത്തെല്ലാം തന്നെ ഒരു കറുത്ത കളർ പുക പോലെ വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഇപ്പം മാങ്ങി പോവുകയാണ്. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ ഒരു പയ്യൻ അവിടെ ഉണ്ടായിരുന്നില്ല. ആ പയ്യൻ അതെല്ലാം കണ്ടുകൊണ്ട് നിന്നിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കെമ്മിൻ്റെ പാരൻസ് അവനെയും കൊണ്ട് തിരിച്ചു പോവാണ്. അത് മാസ്റ്റർ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ ഒരു ടൈമിന് ആ പയ്യൻ മാസ്റ്ററിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കെമ്മിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവൻ ഉടനെ മരിച്ചു പോകുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം മാസ്റ്റർ ആണെങ്കിൽ എല്ലാവരും ഒരു സമയമാകുമ്പോൾ മരിച്ചു പോകും, എല്ലാവർക്കും ആ ഒരു വിധി ഉള്ളതാണ്. എന്നാൽ അവൻ്റെ വിധി അതാണെങ്കിൽ എത്ര ശ്രമിച്ചാലും മാറ്റാൻ പറ്റുന്നില്ല, ഞാൻ ശ്രമിച്ചിട്ട് പോലും നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ആ ഒരു പയ്യൻ, നിങ്ങൾ ശ്രമിച്ചിട്ട് പോലും നടക്കുന്നില്ലേ, അപ്പോൾ ആ പയ്യൻ ഉടനെ മരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ആ പയ്യന് ഒരു 10 വർഷം കൂടെ സമയമുണ്ട്, പക്ഷെ ആ ഒരു സമയം എത്തുന്നതിന് മുന്നേ തന്നെ ഞാൻ മരിച്ചു പോയിട്ടുണ്ടാകുമെന്ന് പറയാണ്. ആ ടൈമിന് ആ ഒരു പയ്യൻ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ കെമ്മിനെ ഞാൻ രക്ഷിക്കാമെന്ന്. ആ സമയം മാസ്റ്റർ പറയുന്നുണ്ട്, വേണ്ട, നീ അത് ചെയ്യരുത്, നിൻ്റെത് വൈറ്റ് മാജിക് എന്നുള്ള പവറാണ്, അതായത് നീയാണെങ്കിൽ ഈ വില്ലേജിലുള്ള ആൾക്കാരെ സംരക്ഷിക്കുകയാണ് വേണ്ടത്, എൻ്റെത് ബ്ലാക്ക് മാജിക് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നത്. എൻ്റെ അമ്മയെ മരിച്ചത് അത് കാരണമാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ, അതുകൊണ്ട് തന്നെ ഒരിക്കലും മറ്റൊരാളുടെ വിധിയിൽ ഇടപെട്ട് അയാളുടെ വിധി മാറ്റാനായിട്ട് നീ ശ്രമിക്കത്തില്ലെന്ന് എനിക്ക് പ്രോമിസ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ ഒരു പയ്യൻ പ്രോമിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നിന്ന് എനിക്ക് തോന്നിയത് മാസ്റ്ററിനോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു പയ്യൻ പീമാണെന്നാണ്. അങ്ങനെ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിലേക്ക് വീണ്ടും വരുമ്പോഴത്തേക്കും നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട സീൻ തന്നെയാണ്. പീമും ആ വില്ലേജിലുള്ള കുറച്ച് ആൾക്കാരും കൂടെ ചേർന്നിട്ട് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലുന്നുണ്ട്. ഒത്തിരി ആത്മാക്കൾ വരുന്നുണ്ട്. അവരെല്ലാവരും തന്നെ ആ ഒരു വലയം കടന്ന് ഇങ്ങോട്ടേക്ക് കയറാനായി ശ്രമിക്കുന്നുണ്ട്. ഇവരെല്ലാവരും മന്ത്രം നിർത്താതെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ആ സമയം കഴിഞ്ഞ എപ്പിസോഡിൽ എൻഡിൽ കണ്ട ആ ഒരു സ്ത്രീയുടെ ആത്മാവ് എന്നെയാണോ അന്വേഷിക്കുന്നത് എന്ന് പീമിനോട് ചോദിക്കുകയാണ്. പീമ, അപ്പോൾ നിനക്ക് എന്താ വേണ്ടത്, മര്യാദയ്ക്ക് ഇവിടുന്ന് പോകാനായി പറയുമ്പോഴത്തേക്കും ആ ഒരു പയ്യൻ എനിക്ക് വിട്ടതാ, എനിക്ക് നിങ്ങളെല്ലാവരും ജീവനോടെ വിടാമെന്ന് പറയുന്നുണ്ട്. പീമ, അപ്പോൾ എന്തിനാണ് ആ പയ്യൻ്റെ ജീവൻ വെറുതെ നിങ്ങൾ കളയുന്നത്, എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതും വെച്ചുകൊണ്ടിരിക്കാതെ വിട്ട് കളഞ്ഞൂടെയും ചോദിക്കുകയാണ്. ആ സമയം ആ സ്ത്രീ, അതിലിടപെടേണ്ട ആവശ്യം നിനക്കില്ല, നീ അതിനെക്കുറിച്ച് അറിയേണ്ട കാര്യവുമില്ല, പിന്നെ അവൻ്റെ വിധി അത് മാറ്റാനായിട്ടുള്ള അവകാശവും നിനക്കില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അതേസമയം പീമിൻ്റെ അടുത്തായിട്ട് ആ 2 കുട്ടികൾ നിൽക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടികൾ എന്താണ് സംഭവം, എന്തായി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. പീമ, അപ്പോൾ നിങ്ങൾ തയ്യാറായിരിക്കുക, ആ ഒരു പ്രാർത്ഥന എല്ലാം പറഞ്ഞു തുടങ്ങേണ്ട സമയമായി എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയം റൂമിൽ കാണിക്കുവാണെങ്കിൽ കെമ്മിപ്പോൾ ഉറങ്ങുവാണെങ്കിലും അവന് ഭയങ്കരമായിട്ട് അസ്വസ്ഥത തോന്നുന്നുണ്ടായിരുന്നു. അവൻ എന്തൊക്കെയോ പോലായി വരുന്നുണ്ട്. അതേസമയം തൊട്ടടുത്ത് ജെറ്റുണ്ട്. എന്നാൽ ജെറ്റ് ഉറങ്ങുന്നില്ലായിരുന്നു. അവനും എന്തൊരു മെഴുതിരി കത്തിച്ച് വെച്ചിട്ട് എന്തൊക്കെയോ കുറേ മന്ത്രങ്ങൾ പറയാണ്. കെമ്മിന് അസ്വസ്ഥത തോന്നുന്നു കണ്ടിട്ട് ജെറ്റും അവൻ പറയുന്ന മന്ത്രങ്ങളുടെ സ്പീഡൊക്കെ കൂട്ടുന്നുണ്ട്. വീണ്ടും ഭീമിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ എന്തോ ഒരു വലിയ മന്ത്രം ഉറക്കെ തന്നെ പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവിടെ കൂടുതൽ എന്തോ ശക്തി വരാണ്. അവിടെ ഉണ്ടായിരുന്ന ആത്മാക്കളെല്ലാം തന്നെ അവിടെ നിന്നുകൊണ്ട് കത്തുവാണ്. ഉടനെ തന്നെ അവർ മാങ്ങി പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും മന്ത്രം പറയുന്നത് നിർത്തുന്നുണ്ട്. ആ സമയം നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇതേസമയം ജെറ്റും നോക്കുമ്പോഴത്തേക്കും പുറത്തെല്ലാം ശാന്തമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനും മന്ത്രം പറയാൻ നിർത്തിയിട്ട് കെമ്മിനെ ഒന്ന് പോയി നോക്കുന്നുണ്ട്. അടുത്ത് വീണ്ടും പീമിനെ കാണിക്കുമ്പോഴത്തേക്കും അവൻ ആ മന്ത്രം പറഞ്ഞ് നിർത്തുന്ന സമയത്ത് അവൻ്റെ മൂക്കിൽ നിന്ന് ചോര വരുന്നുണ്ടായിരുന്നു. അതാ 2 കുട്ടികളും കണ്ട് ടെൻഷനാവുന്നുണ്ട്. അതേസമയം പീം കുട്ടികളോട് പറയുന്നുണ്ട്, ഇവിടെ വന്ന ആൾക്കാരെല്ലാവരും തന്നെ തിരിച്ച് സേഫായിട്ട് കൊണ്ടുവിട്, അതേപോലെ തന്നെ ആ ഒരു വില്ലേജ് മൊത്തം ഒന്ന് നോക്കിയിട്ട് വരാനും. അങ്ങനെ പിള്ളേരും അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേസമയം ആ ഒരു സ്ത്രീയുടെ ആത്മാവ് എന്തിനാണ് ഇവരെല്ലാവരും എൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഇടപെടുന്നത് എന്നിങ്ങനെ ദേഷ്യത്തിൽ പറയുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ പീമിനെ കാണാനായിട്ട് കെമ്മും ജെറ്റും കൂടെ ചെല്ലുന്നുണ്ട്. ആ സമയം പീമിൻ്റെ അടുത്ത് കെമ്മാണെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി താൻ കാരണം ഇത്രയും പ്രശ്നം ഉണ്ടായെന്ന് സോറി പറയുന്നുണ്ട്. അതേപോലെ തന്നെ രക്ഷിച്ചതിനും താങ്ക് യു പറയുന്നുണ്ട്. അതേസമയം മുമ്പ് കുഞ്ഞായിരുന്നപ്പോൾ ആ ഒരു മാസ്റ്റർ കെമ്മിൻ്റെ കഴുത്തി ഇട്ട് കൊടുത്ത ആ ഒരു മാല അതിപ്പോഴും അവൻ്റെ ഉണ്ടായിരുന്നു. ആ ഒരു മാസ്റ്റർ ശരിക്കും നമ്മുടെ പീമിൻ്റെ മുത്തശ്ശനാണ്. സോ നമ്മൾ ഫ്ലാഷ് ബാക്കിൽ കണ്ടപ്പോൾ മാസ്റ്ററിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആ ഒരു പയ്യൻ അത് പീം തന്നെ ആയിരുന്നു. പീം ഇപ്പോൾ കെമ്മിൻ്റെ അടുത്ത് അവൻ ഇട്ടേക്കുന്ന ആ ഒരു മാല തനിക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അത് അവൻ്റെ മുത്തശ്ശൻ്റെ മാലയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. പീമിൻ്റെ കയ്യിലും അതേ സെയിം ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു. പീം പറയുന്നുണ്ട്, ഇതേപോലെ ലോകത്ത് ആകെ 2 എണ്ണം മാത്രമേ ഉള്ളൂ, അതിലൊന്ന് എൻ്റെ ഗ്രാൻഡ് മാസ്റ്ററിൻ്റെ ആണെന്ന്. അപ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ ആരാണെന്ന് ഫസ്റ്റ് കെമ്മിന് മനസ്സിലാവുന്നില്ല. ആ സമയം ജെറ്റ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് പീമിൻ്റെ മുത്തശ്ശനാണെന്ന്. അങ്ങനെയാണ് കെമ്മിന് കാര്യങ്ങൾ മനസ്സിലാവുന്നത്. താൻ കുഞ്ഞായിരുന്നപ്പോൾ ഇതേ സ്ഥലത്ത് തന്നെയാണ് വന്നിട്ടുള്ളതെന്നും തന്നെ അത് രക്ഷിച്ചത് പീമിൻ്റെ മുത്തശ്ശനാണെന്നും. അങ്ങനെ ഇപ്പോൾ പീമിൻ്റെ മുത്തശ്ശൻ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കെമ്മും ജെറ്റും അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് കെമ്മ് പീമിൻ്റെ അടുത്ത് നിൻ്റെ പാരൻസ് എവിടെയാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ എൻ്റെ മുത്തശ്ശൻ മരിക്കുന്നതിന് മുന്നേ തന്നെ അവർ മരിച്ചുപോയി എന്ന് പീമ് പറയുന്നുണ്ട്.
കെമ്മപ്പോൾ നീ ജീവിതത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതിന് ഭീമ മറുപടി എടുക്കാതെ കെമ്മിട്ടേക്കുന്ന ഒരു മാല അഴിച്ചു തരാനായിട്ട് പറയുന്നുണ്ട്. അത് പൊട്ടിപ്പോയതല്ലേ, താൻ നേരെയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അതിനുശേഷം പിന്നീട് ഇവരൊരു വോളണ്ടിയർ ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് വന്നതുകൊണ്ട് തന്നെ അതിൻ്റേതായ കാര്യങ്ങൾ ഇവർക്ക് എല്ലാവർക്കും ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ഏതോ ഒരു ഏരിയ ഇവരെല്ലാവരും പെയിൻറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഡ്രോയിങ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കാണ്. അപ്പോൾ കെമ്മാണെങ്കിൽ ഒരു തൂണിൽ ഡ്രോയിങ് ചെയ്യുന്നുണ്ട്, മറ്റൊരു തൂണിൽ പ്രേ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പെൺകുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കെമ്മാണെങ്കിൽ അവൻ്റെ പെയിൻറ്റിങ് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ മറ്റേ പെൺകുട്ടി ഞാൻ ചെയ്തത് എങ്ങനെയുണ്ടെന്നൊക്കെ വിളിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ അവരതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിനാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ചാണിൻ്റെ ആ ഒരു കൂട്ടുകാരി അവളാണെങ്കിൽ വന്നിട്ട് കെമ്മിനോട് സംസാരിക്കുന്നത്. ചാണിനെ വിളിച്ചിട്ട് കെമ്മിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. കെമ്മ് ചെയ്ത ആ ഡ്രോയിങ് കൊള്ളാല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ചാണപ്പോൾ നന്നായിട്ടുണ്ട്, നല്ല ഡീറ്റെയിൽ ഒക്കെ വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് ആ ഒരു സ്ത്രീയുടെ പടം അതിലാണെങ്കിൽ അവർക്ക് നല്ല ഡീറ്റെയിൽ വന്നിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയം കെമ്മാണെങ്കിൽ അത് ഞാൻ എൻ്റെ അമ്മയുടെ മുഖം വെച്ച് വരച്ചാണെന്ന് പറയുമ്പോൾ ചാണാണെങ്കിൽ നിങ്ങളുടെ അമ്മ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷിക്കുമെന്ന് പറയുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് കെമ്മാണെങ്കിൽ ഒന്ന് സൈലൻ്റ് ആവാണ്. ചാണപ്പോൾ സോറി നിങ്ങളുടെ അമ്മയുടെ കൂടെ അല്ലല്ലോ നിങ്ങളിപ്പോൾ ഉള്ളത്, ഐ എം റിയലി സോറി എന്ന് പറയുന്നുണ്ട്. ആ സമയം കെമ്മാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, എൻ്റെ അമ്മ മരിച്ചിട്ട് ഒത്തിരി വർഷമായി, പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട്. ചാണപ്പോൾ എൻ്റെ ഫുൾ നെയിം ചാൺവിത്ത് എന്നാണ്, ഞാൻ 3rd ഇയർ സൈക്കോളജി സ്റ്റുഡൻ്റാണ്, എൻ്റെ ഫസ്റ്റ് വോളണ്ടിയർ ക്യാമ്പാണ് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുന്നുണ്ട്. ആ സമയം പ്രേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു പെൺകുട്ടിയുടെ ബോയ് ഫ്രണ്ടായിട്ടുള്ള പയ്യനാണോ അതോ ക്ലോസ് ആണെന്നൊന്നും അറിയത്തില്ല, ബേബിന്ന് വിളിച്ചുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൻ്റെ 2 ഫ്രണ്ട്സും വരുന്നുണ്ട്. അങ്ങനെ ആ 3 പയ്യന്മാർ വന്ന് സംസാരിക്കുന്ന ടൈമിന് ആണെങ്കിൽ കെമ്മ് വരച്ച ആ ഡ്രോയിങ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് ആ പയ്യന്മാർ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയം ആ പയ്യന്മാർ ഇതാണല്ലേ ആ കെമ്മ്, ആ പെൺകുട്ടികളുടെ പേരുള്ള പയ്യൻ, ഇവനൊരു ടോം ബോയ് ആണെന്നൊക്കെ തോന്നുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് അവനെ കളിയാക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയം ചാണാണെങ്കിൽ നിങ്ങളൊക്കെ ഏത് കാലത്താണ് താമസിക്കുന്നത്, ഒരാളുടെ ജെൻഡറിനെ വെച്ച് കളിയാക്കാൻ പാടില്ലെന്ന് നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ലെന്ന് ചോദിക്കുകയാണ്. ആ സമയം പയ്യന്മാർ ഒന്ന് കൂളാവുക, ഞങ്ങളൊരു തമാശയ്ക്ക് പറഞ്ഞതാ, ഞങ്ങൾ ഉദ്ദേശിച്ചത് കെമ്മ് ക്യൂട്ടാണെന്നാ എന്നിങ്ങനെ പറഞ്ഞിട്ട് കെമ്മിൻ്റെ തോളത്ത് കൈ വിട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം ജെറ്റ് അവിടെ ജോലി ചെയ്തുകൊണ്ട് നിന്നിട്ട് ഇതൊക്കെ നടക്കുന്ന കാണുന്നുണ്ട്. അങ്ങനെ ജെറ്റാണെങ്കിൽ ഇതേ മര്യാദയ്ക്ക് കൈയെടുത്ത് മാറ്റും, ഞാൻ അങ്ങോട്ടേക്ക് വന്ന് അടിച്ച് ശരിയാക്കുമെന്ന് പറഞ്ഞിട്ട് അവ ഇറങ്ങി വരുന്നുണ്ട് പ്രശ്നമാവാതിരിക്കാനായിട്ട്. പ്രേ ആണെങ്കിൽ ആ 3 പയ്യന്മാരെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. ആ സമയം ജെറ്റ് അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നിട്ട് എന്ത് പറ്റി, ഇതിന് പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ കെമ്മാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് പുതിയ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെട്ടതാണ്, പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. ആ സമയം ചാണനെ നോക്കിയിട്ട് ഇതേതാ ചെക്കൻ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ചാണപ്പോൾ എന്നെക്കുറിച്ച് അറിയണമെങ്കിൽ എൻ്റെ അടുത്ത് നേരിട്ട് ചോദിച്ചാൽ പോരെ, തനിക്കെന്താ അതുപോലും അറിയത്തില്ലേ, പിന്നെ ഒരാളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങളെക്കുറിച്ച് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യണ്ടേ എന്നിങ്ങനെ പറയാണ്. ആ സമയം ചേട്ട് അതിന് എനിക്ക് നിന്നെക്കുറിച്ച് അറിയണമെന്ന് നിൻ്റെ അടുത്ത് ആരാ പറഞ്ഞതെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം കെമ്മാണെങ്കിൽ രണ്ടും കൂടെ അടി ഉണ്ടാക്കാതെ എന്തായാലും ഇവിടെ വന്നില്ലേ, രണ്ടുപേരും ഫ്രണ്ട്സ് ആവാനായിട്ട് പറഞ്ഞിട്ട് രണ്ടിനെ കൈ പിടിച്ച് ഒരുമിച്ച് വെച്ചിട്ട് ഷേക്ക് ഹാൻഡ് പോലെ വെക്കുന്നുണ്ട്. രണ്ടുപേരും പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ ജെറ്റും ചാണും അങ്ങോട്ടേക്ക് ചേർന്ന് പോകുന്നില്ല. ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ തന്നെ രണ്ടുപേരും കൈ പിടിച്ച് അങ്ങോട്ട് ഇറുക്കുവാണ്. ഇത് കണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞിട്ട് അത് ഇടയപ്പെട്ട് കെമ്മും പിന്നെ ചാണിൻ്റെ കൂട്ടുകാരി നിൽക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന നൈറ്റ് ആണെങ്കിൽ ആ ഒരു 3 പയ്യന്മാർ നേരത്തെ കണ്ട അവർ 3 സ്റ്റേ ചെയ്തത് അവിടെയുള്ള വില്ലേജിൽ തന്നെയുള്ള ഒരു ഫാമിലിയുടെ കൂടെ ആയിരുന്നു. അപ്പോൾ ആ വീട്ടിലെ ഹസ്ബൻഡ് അയാളുടെ കൂടെ ഇരുന്ന് ഇപ്പോൾ ഒരു ഡ്രിങ്ക് ചെയ്യാണ്. ആ വൈഫാണെങ്കിൽ അവർക്ക് കഴിക്കാനായിട്ട് ഫുഡൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ആ സമയം ആ പയ്യന്മാരാണെങ്കിൽ നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങിക്കോളാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഹസ്ബൻഡാണെങ്കിൽ അത് വേണ്ട, അവളെന്നും ലേറ്റായിട്ട് തന്നെയാണ് കിടക്കുന്നത്, അവളാണെങ്കിൽ ഇവിടെ ഇരുന്നോട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൾ എടുത്തു തരുമല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയം വൈഫിനാണെങ്കിൽ പോയി കിടക്കണമെന്നുണ്ട്, എന്നാൽ ഇയാളെ പേടിച്ചിട്ട് അവരവിടെ തന്നെ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട് നിങ്ങൾ കുറച്ചൊക്കെ ഡ്രിങ്ക് ചെയ്യ്, രാവിലെ എല്ലാവർക്കും വർക്കുള്ളതല്ലേ എന്ന്. അത് കേൾക്കുമ്പോൾ ഹസ്ബൻഡാണെങ്കിൽ ഈ വൈഫിനെ ഭയങ്കര ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ആ പയ്യന്മാരാണെങ്കിൽ അയാളുടെ ശ്രദ്ധ തിരിക്കാനായിട്ട് നമുക്ക് ഡ്രിങ്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അയാളോട് ഡ്രിങ്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന 3 പയ്യന്മാരും അവിടെ തന്നെ കിടന്ന് ഉറങ്ങുന്നതാണ്. ഇടയ്ക്ക് ആകുമ്പോഴത്തേക്കും ഒരു പയ്യൻ ഉറക്കം എണീക്കുന്നുണ്ട്. ആ പയ്യനാണെങ്കിൽ ബാക്കി 2 പയ്യന്മാരെടുത്തും ചെന്ന് റൂമിൽ കിടക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഈ പയ്യനാണെങ്കിൽ എഴുന്നേക്കാണ്. ആ സമയം എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പയ്യൻ സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ആ പയ്യൻ കാണുന്നത് ആ ഒരു ഹസ്ബൻഡാണെങ്കിൽ ഈ വൈഫിനെ എടുത്തിട്ട് അടിക്കുന്നതാണ്. എന്നിട്ട് നീയാണെങ്കിൽ എന്തിനാണ് അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കാൻ വരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ അടിച്ചിട്ട് ഇയാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ആ വൈഫാണെങ്കിൽ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കാര്യം ആ പയ്യൻ കണ്ടത് അടുത്ത ദിവസം രാവിലെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരാളാണ് ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പണി ചെയ്യാൻ ടൂൾസും കാര്യങ്ങളൊക്കെ കൊണ്ടുകൊടുത്തത്. അപ്പോൾ ഈ പയ്യൻ പറയുന്ന കേട്ടിട്ട് അവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾ പറയുന്നുണ്ട് അങ്ങനെ ആരാൻ ചാൻസ് ഇല്ല, അയാളാണെങ്കിൽ നല്ലൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയതെന്ന്. അതേസമയം ഓപ്പോസിറ്റ് ടേബിളിൽ കെമ്മും ഇതൊക്കെ ഇരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. കെമ്മ് പറയുന്നുണ്ട് അങ്ങനെ അയാളുടെ വൈഫിനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ എളുപ്പമായിട്ട് വിട്ടുകളയരുത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളും ഇപ്പോൾ അവിടെ താമസിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കും അത് പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെയുള്ള ലോക്കൽസിനെ അറിയിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ കെമ്മിങ്ങനെ ഇടയ്ക്കേറി സംസാരിച്ചത് ആ കൂട്ടത്തിൽ ഒരു പയ്യൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ആ പയ്യനാണെങ്കിൽ ഞങ്ങൾ സംസാരിച്ചോളാം, പിന്നെ നീ നിൻ്റെ കാര്യം നോക്കണമെന്ന് പറഞ്ഞിട്ട് അവനെ അടിക്കാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ ആ ടേബിളിലിരിക്കുന്ന ബാക്കി എല്ലാവരും ആ പയ്യനെ തിരിച്ചു പിടിച്ചിരുത്തുവാണ്. ഏറ്റപ്പോൾ നീ എന്തിനാണ് ആവശ്യമില്ലാതെ അവരെ നേരത്തെ ഇടപെടാൻ പോകുന്നത്, നമ്മളിവിടെ എന്തിനാ വന്നത് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം കെമ്മാണെങ്കിൽ എനിക്കറിയാം, പക്ഷേ എനിക്കാണെങ്കിൽ ഒന്ന് മാസ്റ്ററിനോട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അതിനുള്ള വഴിയൊക്കെ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് ജെറ്റ് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട്
കാണിക്കുന്ന ഭീമാണെങ്കിൽ അവൻ്റെ വീട്ടിൽ ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുമ്പോഴത്തേക്കും ഫുഡെല്ലാം ഉണ്ടാക്കി കൊണ്ട് വെച്ച് കൊടുക്കുന്നത് കെമ്മാണ്. കെമ്മ എന്നിട്ട് കഴിച്ചു നോക്ക്, അടിപൊളിയായിരിക്കും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഭീം കഴിക്കുന്നുണ്ട്, അവൻ്റെ മുഖത്ത് ഒരു എക്സ്പ്രഷനും ഇല്ല. അതുകൊണ്ട് തന്നെ കെമ്മ അടിപൊളിയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഭീമാണെങ്കിൽ കുഴപ്പമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേസമയം ഫുഡൊക്കെ കുക്ക് ചെയ്തപ്പോഴത്തേക്കും കെമ്മിൻ്റെ ഷർട്ടിൽ അതിൻ്റെ അഴുക്കായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ അടുത്ത് പോയി ഷർട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവനെ പറഞ്ഞു വിട്ട് കഴിയുന്നതും ഭീമാണെങ്കിൽ ആ ഒരു ഫുഡ് പെട്ടെന്ന് തന്നെ കഴിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. കാരണം അതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കെമ്മ് തിരിച്ചിറങ്ങി വരുന്നതിന് മുന്നേ തന്നെ ഇവനത് കഴിച്ച് ഫിനിഷ് ആക്കുന്നുണ്ട്. കെമ്മ് തിരിച്ച് വരുമ്പോൾ നോക്കുമ്പോൾ പാത്രം കാലിയായിരുന്നു. അത് കണ്ടിട്ട് കെമ്മ് സ്വയം പറയുന്നുണ്ട്, കുറച്ച് മുന്നേ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മൊത്തം കാലിയാക്കിയിട്ടുണ്ടല്ലോ എന്ന്. അങ്ങനെ ഭീമാണെങ്കിൽ ആ പാത്രമൊക്കെ എടുത്ത് കൊണ്ടുവയ്ക്കാൻ നിൽക്കുമ്പോൾ കെമ്മാണെങ്കിൽ ഓടി വന്നിട്ട് അതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. ഭീം അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് പോകാനായി നിൽക്കുന്നുണ്ട്. കെമ്മ സമയം അത് പിന്നെ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. നിങ്ങളുടെ മുത്തശ്ശനാണെങ്കിൽ മുമ്പ് എന്നെ രക്ഷിച്ചതല്ലേ, അപ്പോൾ എൻ്റെ ആ ഒരു ശാപം നശിപ്പിക്കാനായിട്ടുള്ള എന്തെങ്കിലും വഴി നിങ്ങളുടെ മുത്തശ്ശൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അതറിയാമെങ്കിൽ അത് വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യാമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഭീം അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ മുത്തശ്ശനെ ഞാൻ മുമ്പേ വാക്ക് കൊടുത്തതാണ്, ഒരാളുടെ വിധിയിൽ കയറി ഇടപെടാനോ അത് മാറ്റാനോ നിൽക്കത്തില്ലെന്ന്. ഇതിൽ കൂടുതൽ ഞാൻ വേറൊന്നും പറയേണ്ടതില്ലല്ലോ. ഞാനാണെങ്കിൽ അതിനെതിരായിട്ട് വേറൊന്നും ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. കെമ്മ അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തതാ പ്ലീസ് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഭീമാണെങ്കിൽ ഞാനെന്താ എൻ്റെ മുത്തശ്ശന് കൊടുത്ത പ്രോമിസ് ബ്രേക്ക് ചെയ്യണമെന്നാണോ നീ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കെമ്മ പറയുന്നുണ്ട്, ഞാനൊരു പക്ഷേ പറയുന്നത് സെൽഫിഷായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം, എന്നാലും ഞാൻ പറയുവാണ് നിങ്ങൾക്ക് മറ്റൊരാൾ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന്. ആ സമയം നമ്മളെ 86 വർഷം മുമ്പുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതിലിപ്പോൾ പവാത്തെന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പയ്യനെ കാണിക്കുന്നുണ്ട്. കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് ഭീമിനെ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ആ ഒരു പയ്യൻ ഇങ്ങനെ ഗാർഡനിലൂടെ നടക്കുന്ന ടൈമിന് മരത്തിൻ്റെ മുകളിൽ ഒരു പൂച്ചക്കുട്ടീനെ വെച്ചിട്ട് ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. ആ പെൺകുട്ടിയാണെങ്കിൽ ഞങ്ങളെ താഴെ ഇറക്കാനായിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാവോ, ഒരു ഏണി വല്ലതും എടുത്ത് വെച്ച് തരാമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ താഴെ ഇറക്കാനായിട്ട് പവാത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. താഴേക്ക് വരുമ്പോഴത്തേക്കും ആ പെൺകുട്ടിയുടെ അടുത്ത് ഇത് എൻ്റെ പൂച്ചയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല, അതവിടെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്കും എന്നെ രക്ഷിക്കാനായിട്ട് ഞാൻ കയറിയതാണെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടിനും പരസ്പരം പേരൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ പേര് പവാത്താന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ പെൺകുട്ടി എൻ്റെ പേര് കെമ്മെന്നാണ്, കെമ്മീര എന്നിങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ സംശയമാണെന്ന് അറിയത്തില്ല, മേ ബി ഇത് നമ്മുടെ കെമ്മിൻ്റെയും ഭീമിൻ്റെയും മുമ്പത്തുള്ള ജന്മമായിരുന്നെങ്കിലും എൻ്റെ മാത്രം തോന്നലാണ്. എന്തായാലും ആ ഒരു ഉത്തരഭാഗം കാണിച്ചിട്ട് വീണ്ടും പ്രസൻറ്റിലേക്ക് വരാണ്. പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം രാത്രി ആ ഒരു വൈഫിനെ അടിച്ച അയാളാണെങ്കിൽ ഇവരെ വീട്ടിൽ പണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അയാളാണെങ്കിൽ ഇപ്പോൾ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭീമിനോടും പറഞ്ഞിട്ട് പോകുന്ന ടൈമിന് ഇയാളുടെ ദേഹത്ത് ഒരു ആത്മാവുണ്ടായിരുന്നു. അതാണെങ്കിൽ ആത്മാക്കളെ കാണാനുള്ള കഴിവ് കെമ്മിനുള്ളതുകൊണ്ട് തന്നെ കെമ്മിന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. കെമ്മ ആ ഒരു കാര്യം ഇപ്പോൾ ഭീമിനോട് പറയുന്നുണ്ട്. അയാളുടെ പേര് വോണെന്നാണ്. ഭീം അപ്പോൾ അയാളുടെ ദേഹത്തുള്ള ആത്മാവ് നീ കണ്ടല്ലേ, അയാളൊരു പക്ഷേ ആത്മാക്കളുള്ള ആ ഒരു കാട്ടിൻ്റെ ഏരിയ കൂടെ പോയതുകൊണ്ടായിരിക്കും. പിന്നെ ആത്മാക്കളുടെ ഇടയിൽ താമസിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇതൊന്നും അത്ര വ്യത്യസ്തമായിട്ടുള്ള കാര്യമല്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം വോണിനെ കാണിക്കുമ്പോൾ ഇയാളാണെങ്കിൽ ഇയാളുടെ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇയാളുടെ വൈഫിൻ്റെ അടുത്ത് ഇവിടെ ഡ്രിങ്ക് ചെയ്യാനായിട്ട് ഇന്ന് രാത്രിയിലത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് നിങ്ങൾ ഇന്നലെ രാത്രി കുടിച്ച് തീർത്തു എന്ന് പറയുന്നുണ്ട്. ഇയാൾ ദേഷ്യം വന്നിട്ട് വൈഫിനെ അടിക്കാനായിട്ട് പോകുമ്പോഴാണ് അങ്ങോട്ടേക്ക് കെമ്മും ജെറ്റും ചാണും കൂടെ ആയിട്ട് വരുന്നത്. അവരെ കാണുന്നതും ഇയാളങ്ങ് നല്ലൊരാളെ പോലെ ചിരിച്ചുകൊണ്ട് ചെന്ന് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ഡ്രിങ്ക് ചെയ്യാനായിട്ട് വന്നതാണെന്ന് ചോദിക്കുമ്പോൾ അല്ലല്ല, അത് പിന്നെ നിങ്ങളുടെ വൈഫ് ഉണ്ടാക്കുന്ന ആ ഒരു ഫുഡ് അത് അടിപൊളിയാണെന്ന് കേട്ടു ട്രൈ ചെയ്യാനായിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരെ കണ്ടിട്ട് ആ ഒരു ഫുഡൊക്കെ വാങ്ങുന്നുണ്ട്. ആ സമയം വൈഫിൻ്റെ ദേഹത്ത് അടി കൊണ്ട പാടൊക്കെ കണ്ടിട്ട് കെമ്മ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയാണെന്ന്. ആ സമയം അവർ അതൊന്നുമില്ല ഞാൻ വീണതാണെന്ന് പറഞ്ഞിട്ട് അത് വിട്ട് കളയുന്നുണ്ട്. അങ്ങനെ ഒരു തിരിച്ച് നടന്നു പോകുമ്പോഴത്തേക്കും കെമ്മിങ്ങനെ പറയുന്നുണ്ട് ശരിക്കും അയാളുടെ ദേഹത്ത് വല്ല ആത്മാവും കയറിയിട്ട് അയാളുടെ വൈഫിനെ ഉപദ്രവിക്കുന്നതായിരിക്കുമെന്ന്. അപ്പോൾ ഈ ആത്മാക്കളെ പറ്റിയിട്ടൊന്നും ചാണിന് അറിയത്തില്ല. എന്നാൽ ചാണിൻ്റെ മുന്നിൽ വെച്ചിട്ടാണ് ഇപ്പം കെമ്മിങ്ങനെ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ ജെറ്റ് ആക്ഷൻ കാണിച്ചിട്ട് മിണ്ടാതിരിക്കടാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജെറ്റും കെമ്മും കൂടെ ചേർന്നിട്ട് ചാണിൻ്റെ അടുത്ത് അല്ല നീ താമസിക്കുന്നത് ആ വഴിയല്ലേ, ഞങ്ങൾ ഈ വഴിയല്ലേ പോവേണ്ടത്, എങ്കിൽ പിന്നെ നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് അവനെ ഒഴിവാക്കിയിട്ട് അവർ രണ്ടുപേരൊക്കെ നടന്നു പോകുന്നുണ്ട്. പിന്നീട് നൈറ്റ് ടൈം ഈ വോണിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് നേരത്തെ ഭീമിൻ്റെ കൂടെ ആ ഒരു വില്ലേജിലുള്ള മന്ത്രമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അയാൾ വരുന്നുണ്ട്. കൂടെ നിന്ന് ഡ്രിങ്ക് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ഇയാളെ കൊണ്ടുവന്നത് ചാണാണെങ്കിൽ എന്തൊക്കെ ആക്ഷൻ കാണിച്ചിട്ട് ചോദിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇയാളാണെങ്കിൽ ഇതിൻ്റെ വൈഫുമായിട്ട് ഇപ്പോൾ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പോകുന്നു എന്നൊക്കെ വോണിനോട് ചോദിക്കുന്നുണ്ട്. വോണപ്പോൾ ഇത് നന്നായിട്ട് തന്നെ പോകുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ മറ്റേ ആൾ പറയുന്നുണ്ട് ഞാനും എൻ്റെ വൈഫും തമ്മിൽ എപ്പോഴും അടിയാണെന്ന്. ആ സമയം വോണ് പറയുന്നുണ്ട് നിങ്ങളാണെങ്കിൽ ഞാൻ എൻ്റെ ഭാര്യനെ വല്ലതും ചെയ്യുമെന്ന് ഉദ്ദേശിച്ചിട്ടാണോ ചോദിക്കുന്നത്, ഞാനാണെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ ഒന്ന് തൊടാറ് പോലും ഇല്ല, അവിടെ ഇങ്ങനെ ഉപദ്രവിക്കാറില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം തന്നെ ചാണ് ഒളിച്ച് ചെയ്യുന്ന സ്ഥലത്തുനിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. അങ്ങനെ വോണാണെങ്കിൽ ആരാ അവിടെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചാണ് പുറത്തേക്ക് വരാണ്. ചാണ് എന്നിട്ട് വോണിനോട് സംസാരിച്ചുകൊണ്ടിരുന്ന ആ വ്യക്തി അയാളുടെ വൈഫാണെങ്കിൽ ഇയാൾ അന്വേഷിച്ചു അപ്പോൾ കൊണ്ടുപോകാനായിട്ട് വന്നതാണെന്ന് ഇങ്ങനെ കള്ളം പറയുന്നുണ്ട്. ആ സമയം വോണിനാണെങ്കിൽ എന്തൊക്കെയോ സംശയം. അപ്പം അങ്ങനെ വോൺ ചോദിക്കുന്നുണ്ട് എൻ്റെ ഭാര്യ ഞാൻ അവളെ അടിക്കുന്നുണ്ടെന്ന് നിങ്ങളോട് ആരായിട്ടെങ്കിലും പറഞ്ഞു, അതുകൊണ്ടാണോ നിങ്ങൾ എൻ്റെ അടുത്ത് ഇതൊക്കെ ചോദിക്കാൻ വരുന്നതെന്ന്. അവരപ്പോൾ ഇല്ലില്ല അവരൊന്നും പറഞ്ഞില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഇയാളാണെങ്കിൽ വിശ്വസിക്കുന്നില്ല. തൻ്റെ ഭാര്യ ഇവരെടുത്ത് താനാണെങ്കിൽ ഭാര്യനെ അടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇവരിങ്ങനെയൊക്കെ വന്നതെന്ന് എഴുതിയിട്ട് ഇയാൾ കുടിച്ചിട്ടുള്ളതുകൊണ്ടും കൂടെ തന്നെ ഒരു കുപ്പി എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഈ
ഒരു കാര്യമെല്ലാം തന്നെ ചാണാണെങ്കിൽ ഇപ്പോൾ കെമ്മിനെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ കെമ്മ് കോൾ കട്ട് ചെയ്തിട്ട് ജെറ്റിനോട് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ജെറ്റാണെങ്കിൽ നീ എപ്പോഴാണ് നിൻ്റെ ഫോൺ നമ്പർ ചാണ്ട് കൊടുത്തേന്ന് ചോദിക്കുകയാണ്. ആ സമയം കെമ്മ് ഞാൻ എത്ര കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പറഞ്ഞു എന്നിട്ട് അതിൻ്റെ ഇടയിൽ നീ ഈ ഒരു കാര്യം മാത്രമാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് ഇതിങ്ങനെ ചോദിക്കുന്ന സമയത്ത് ജെറ്റാണെങ്കിൽ ഒന്നുമില്ല, നീ എന്തിനാണ് ഈ കാര്യത്തിലൊക്കെ വെറുതെ ഇടപെടാൻ പോയത്, എന്തായാലും നീ ഇപ്പോൾ രാത്രി അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറയാണ്. അങ്ങനെ രണ്ടിനോട് ഒരുമിച്ച് സൈക്കിളിൽ ഇരുന്നങ്ങ് പോവാണ്. ഇവരവിടുന്ന് പോകുന്നത് ഭീമ് നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതേ സമയം വോണിൻ്റെ വൈഫിനെ കാണിക്കുമ്പോൾ അവരാണെങ്കിൽ വോണും അവർ ഒരുമിച്ച് ഇരിക്കുന്ന നല്ല സന്തോഷമായിട്ട് എടുത്ത ഒരു ഫോട്ടോ ഒക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ വിഷമിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയമാണ് വോണ് കയറി വന്നിട്ട് നിന്നെ ഇങ്ങനെ കൊല്ലൂ എന്നൊക്കെ പറയുന്നത്. ആ സമയം അവരാണെങ്കിൽ നിങ്ങൾ വീണ്ടും കുടിച്ചിട്ടാണോ വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് നീ ആണെങ്കിൽ ബാക്കിയുള്ളവരുടെ അടുത്ത് ഞാൻ തന്നെ അടിച്ചു എന്ന് പറയല്ലേ, ഇനി അങ്ങനെ പറയാനായിട്ട് ഞാൻ അതിന് സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് അവരെ അടിച്ച് കൊല്ലാനായിട്ട് തന്നെ പോകുന്നുണ്ട്. ആ സമയം ഇയാളുടെ ദേഹത്തുള്ള ആത്മാവാണെന്ന് അറിയത്തില്ല, ഒരു ആത്മാവാണെങ്കിൽ കൊല്ല് കൊല്ല് എന്നിങ്ങനെ പറയുന്നത് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. അയാൾക്കത് കേൾക്കാൻ പറ്റുന്നുണ്ട്. അത് കേട്ടിട്ടാണ് ഇയാൾ ഇങ്ങനെ ചെയ്യാൻ വരെ പോകുന്നത്. ആ സമയം പെട്ടെന്ന് ചാണും പിന്നെ മറ്റേ ആളും കൂടെ വന്നിട്ട് ഇയാളെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. പെട്ടെന്ന് ആ പ്രേതം സംസാരിക്കുന്നത് മറ്റേ ആൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വോണിൻ്റെ ദേഹത്ത് ഒരു ആത്മാവ് കയറിയെന്ന് മനസ്സിലായിട്ട് ഇയാൾ കുറേ മന്ത്രങ്ങൾ പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. എന്നാൽ ആ സമയമാണ് വീണ്ടും ആത്മാവ് സംസാരിക്കുന്നത്. അതായത് വോണിൻ്റെ ദേഹത്തല്ല ആത്മാവുള്ളത്, എൻ്റെ ദേഹത്താണ്, ഒന്ന് തിരിഞ്ഞു നോക്കുമെന്ന് പറഞ്ഞിരുന്ന് നോക്കുന്ന സമയത്ത് ആ ഒരു വൈഫ് അവരുടെ ദേഹത്ത് ആത്മാവുണ്ടായിരുന്നു. അവരാണെങ്കിൽ ഉടനെ തന്നെ ഒരു പ്രേതത്തിനെ പോലെ ആവുന്നുണ്ട്. ചാണിനെ അടിച്ചിടുന്നുണ്ട്, ഇയാളെ അടിച്ചിടുന്നുണ്ട്. എന്നിട്ട് വോണിനെ കൊല്ലാനായിട്ട് പോവാണ്. കൊല്ലാൻ പോകുന്ന സമയത്ത് പറയുന്നുണ്ട് നിൻ്റെ ഭാര്യയാണെങ്കിൽ നിന്നെ ഇത്രയും കാലം സഹിച്ചില്ലേ, ഇനി അവൾക്ക് നിന്നെ സഹിക്കേണ്ടി വരത്തില്ല എന്ന്. അതും പറഞ്ഞുകൊണ്ട് ഇയാളെ കൊല്ലാനെ ചെല്ലുന്നുണ്ട്. അതേസമയം തന്നെ ഞങ്ങൾ വന്നു എന്നും പറഞ്ഞുകൊണ്ട് താഴെ ആരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇനി അത് ആ 3 പയ്യന്മാരോടൊന്നും അറിയത്തില്ല, കാണിക്കുന്നില്ല. അതേസമയം വീണ്ടും ജെറ്റിനെയും കെമ്മിനെയും കാണിക്കുകയാണെങ്കിൽ ഇവരിപ്പോൾ സൈക്കിളിൽ കാട് വഴിയാണ് പോകുന്നത്. എന്നാൽ എത്ര പോയിട്ടും ഇവർക്ക് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ ജെറ്റിന് മനസ്സിലാവുന്നുണ്ട് ഇവർ പോകുന്ന സ്ഥലത്തോട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നതെന്ന്. കെമ്മിനോട് ഈ കാര്യം പറയുന്നുണ്ട്. അവരവിടെ പെട്ടു എന്ന് തന്നെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ആ സമയം ഒരു ആത്മാവ് വന്നിട്ട് കെമ്മിനെ ആ സൈക്കിളിൽ നിന്ന് വലിച്ച് താഴേക്കിട്ടാണ്. ആ സമയം ജെറ്റും അവൻ്റെ അടുത്തേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ വേറെ 2 ആത്മാക്കൾ വന്നിട്ട് ജെറ്റിനെയും പിടിച്ചു വയ്ക്കുന്നതിന് അവൻ എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിൽ. എന്നാൽ ഈ ആത്മാക്കളെ ഇവർക്ക് കാണാൻ പറ്റുന്നില്ല, അവരെ ആരോ ഉപദ്രവിക്കുകയാണ്. ആ ഒരു വേദനയും ഫീലും മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ. അതേസമയം ഭീമ് പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ആത്മാവ് അവനോട് ചോദിക്കുന്നുണ്ട്, കണ്ടില്ലേ ആ കാട്ടിൽ ആ 2 പയ്യന്മാരെയും ഞാൻ കൊല്ലുന്നുള്ള അവസ്ഥയിലിരിക്കുക. ഇവിടെ വീട്ടിലും വോണിൻ്റെ വൈഫിൻ്റെ ദേഹത്ത് കയറിയ ആ ഒരു ആത്മാവ് വോണിനെയും ചാണിനെയും പിന്നെ മറ്റേ വ്യക്തിയെയും കൂടെ കെട്ടിയിട്ടിട്ട് ദേഹത്ത് പെട്രോൾ ഒഴിച്ച് കത്തിക്കാനും നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരെ രക്ഷിക്കണമെന്ന് നീ തന്നെ തീരുമാനിക്കാനായിട്ട് ഭീമിനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സ്ത്രീയാണെങ്കിൽ ഇപ്പോൾ വോണിനെയൊക്കെ കത്തിക്കാൻ കണക്കിന് തീപ്പെട്ടി എടുക്കുന്നുണ്ട്. പക്ഷേ എത്ര കത്തിക്കാൻ ശ്രമിച്ചിട്ടും അങ്ങോട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് അതിൽ കുറേ സമയം പോകുന്നുണ്ട്. ആ നേരം കൊണ്ട് ഭീമ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രേതം ചോദിക്കുന്നുണ്ട്, അപ്പം നീയാണെങ്കിൽ അവരെ വിട്ടിട്ട് ഇവരെ രക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്, അപ്പോൾ അവരെന്തായാലും മരിക്കുമെന്ന് പറയുന്നുണ്ട്. ഭീമപ്പോൾ നിനക്ക് ഈ സ്ത്രീയുടെ ദേഹത്തിരിക്കാനുള്ള അവകാശമോ അധികാരമോ ഇല്ല, പിന്നെ നീ എന്തിനാണ് അവരെ കൊല്ലാതെ ശ്രമിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഈ സ്ത്രീയുടെ അവരുടെ ഭർത്താവ് ഒത്തിരി ഉപദ്രവിച്ചു, ഇവർക്കും ഇത് വേണമെന്നുള്ളൊരു കാര്യമായിരുന്നു, അത് ഞാനായിട്ട് നടത്തി കൊടുക്കുന്നു എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഭീം പറയുന്നുണ്ട് അതൊന്നും ചെയ്യാനുള്ള അധികാരം നിനക്കില്ല, പ്രത്യേകിച്ച് മറ്റൊരാളുടെ വിധി അത് മാറ്റാനുള്ള അവകാശവും നിനക്കില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം പിന്നെ തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ വേണ്ടേ, എൻ്റെ ലേഡി അവരോട് തെറ്റ് ചെയ്തവർ പോലും ഇതിനായിട്ട് മാപ്പ് ചോദിച്ചിട്ടില്ലല്ലോ, അവർക്കുള്ള ശിക്ഷ കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറയാണ്. എൻ്റെ ലേഡി എന്നിങ്ങനെ ഉദ്ദേശിച്ചത് മിക്കവാറും നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് കണ്ട ആ ഒരു സ്ത്രീയുടെ ആത്മാവുണ്ടല്ലോ, മേ ബി അവരായിരിക്കണം. അതേസമയം ഭീമാണെങ്കിൽ എൻ്റെ ശിഷ്യനായിട്ടുള്ള പയ്യനെ പറ്റിയിട്ട് നീ എന്താ ഉദ്ദേശിച്ചത് എന്നിങ്ങനെ ആ ഒരു ആത്മാവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ ജെറ്റിനെയും കെമ്മിനെയും കാണിക്കുന്നത്. ജെറ്റാണെങ്കിൽ ഭീമിൻ്റെ ശിഷ്യനെ പോലെയാണല്ലോ. ഭീമിപ്പോൾ ആ വീട്ടിൽ നിന്നുകൊണ്ട് ജെറ്റിനോട് സംസാരിക്കുന്നുണ്ട്. ജെറ്റിന് ഭീമിനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഭീം പറയുന്നുണ്ട് കെമ്മിനെ രക്ഷിക്കേണ്ടത് നീയാണ്, നിനക്കിനി കുറച്ച് നേരത്തേക്ക് ആ ആത്മാക്കളെ കാണാനുള്ള കഴിവ് കിട്ടുമെന്ന്. അത് പറഞ്ഞു കഴിയുന്നതും ആ 2 കുട്ടികൾ, ആ കുട്ടികളിൽ ഒരു കുട്ടി അവിടെ പ്രത്യക്ഷമാവുന്നുണ്ട്. ആ 2 പിള്ളേരുടെ പേരും എയ്ക്കും തോണെന്നുമാണ്. ഇപ്പോൾ എയ്ക്കാണ് അങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. വന്നിട്ട് ജെറ്റിന് ഒരു പവർ കൊടുത്തിട്ട് അവിടെ നിന്ന് മാങ്ങി പോകുന്നുണ്ട്. ആ കൊച്ചാണെങ്കിൽ ജെറ്റിൻ്റെ അടുത്ത് നിന്നെ കൊണ്ട് പറ്റുമെന്നും കൂടെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ആ കൊച്ചു പോയി കഴിയുന്നതും ജെറ്റിനാണെങ്കിൽ ഇവരെ പിടിച്ചു വെച്ചേക്കുന്ന ആത്മാക്കളെ കാണാൻ പറ്റുന്നുണ്ട്. ജെറ്റുണ്ടെ അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലയൊക്കെ എടുത്ത് മന്ത്രം പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആത്മാക്കളെ എല്ലാത്തിനും അടിച്ചിടുന്നുണ്ട്. എന്നിട്ട് കെമ്മിനെ രക്ഷിക്കുന്നുണ്ട്. ആ സമയം വീണ്ടും ആ ആത്മാക്കൾ ഇവരെ ഉപദ്രവിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും ഫസ്റ്റ് എപ്പിസോഡിൽ ഇവരിങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ബസ്സിൽ കെമ്മിൻ്റെ പുറകിലായിട്ട് നിന്ന ഒരാണിൻ്റെ ആത്മാവും കെമ്മും പിന്നെ ജെറ്റും കൂടെ ആയിട്ട് ഭീമിൻ്റെ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും അവരുടെ കൂടെ തന്നെ പുറകിൽ ഇഷ്ടംപോലെ ആത്മാക്കൾ നിന്നതിൽ ഉണ്ടായിരുന്ന ഒരാണിൻ്റെ ആത്മാവ്, ആ ഒരു ആത്മാവ് ഇപ്പോൾ മറ്റ് ആത്മാക്കളെല്ലാം ഇവരെ അറ്റാക്ക് ചെയ്യാതെ പിടിച്ചു മാറ്റുകയാണ്. എന്തിനാണ് ആ ഒരു ആത്മാവ് ഇവരെ സഹായിക്കുന്നതെന്ന് അറിയത്തില്ല. അതേസമയം 2 കുട്ടികളിൽ താണെന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ കുട്ടി വന്നിട്ട് ജെറ്റിൻ്റെ അടുത്ത് ജെറ്റ് ഇതുവഴി വാന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ജെറ്റും കെമ്മും കൂടെ ആയിട്ട് ഭീമുള്ള ആ ഒരു വീട്ടിലേക്ക് എത്താണ്. അതേസമയം ഭീമാണെങ്കിൽ ആ ഒരു സ്ത്രീയുടെ തലയിൽ കൈവച്ചിട്ട് ആ ആത്മാവിനോട് ഇറങ്ങി പോകാൻ പറയുന്നുണ്ട്. ആ ഒരു സ്ത്രീയുടെ ആത്മാവ് ആ ആത്മാവിനോട് തിരിച്ചു വന്ന് കയറാനും നിങ്ങളുടെ ഭർത്താവിനെ കൊല്ലാൻ
കൊല്ലാനായിട്ട് ഇതുപോലൊരു ആത്മാവിനെ നിങ്ങൾ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യണം. ഇങ്ങനെയൊന്നും ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കില്ല. മര്യാദയ്ക്ക് ശരീരത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അയാളുടെ വൈഫിൻ്റെ ആത്മാവ് തന്നെ തിരിച്ച് ആ ഒരു ദേഹത്തേക്ക് കയറുന്നുണ്ട്. ആ ഒരു ആത്മാവ് താഴേക്ക് വീഴുന്നുണ്ട്. ആ ആത്മാവാണെങ്കിൽ നിങ്ങളെ വെറുതെ വിടത്തില്ല, എൻ്റെ ലേഡി നിങ്ങളെ വെറുതെ വിടത്തേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് മാങ്ങി പോവുകയാണ്. ഓണപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റിട്ട് അയാളുടെ ഭാര്യനെ ഹഗ് ചെയ്തിട്ട് ഇനി ഞാൻ ഒരിക്കലും കുടിക്കത്തില്ല, ഞങ്ങളുടെ കടങ്ങളൊക്കെ തീർക്കാനുള്ള കാര്യങ്ങൾ ഞാൻ നോക്കത്തുള്ളൂ, ഐ എം സോറി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ജെറ്റ് പോയിട്ട് ചാണിൻ്റെ കെട്ടും എല്ലാം തന്നെ അഴിച്ചു കൊടുക്കാനായിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയം കെമ്മ് വന്നിട്ട് ഭീമിൻ്റെ അടുത്ത് നിങ്ങൾ കാരണം അവർ വീണ്ടും ഒന്നിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഭീമാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല എന്നോട് വാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ജെറ്റിൻ്റെ അടുത്ത് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളാൻ പറഞ്ഞിട്ട് കെമ്മിനെ വിളിച്ചുകൊണ്ടങ്ങ് പോവാണ്. ആ സമയമാണ് നമ്മളെ കാണിക്കുന്നത് നേരത്തെ ആ ഒരു 3 പയ്യന്മാർ വീടിൻ്റെ താഴേക്ക് വന്നിട്ട് ഞങ്ങൾ എത്തിയെന്നും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ പയ്യന്മാരെയും അവിടെ സൈഡിലുള്ള മറ്റൊരു തൂണിൽ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അടുത്ത് കെമ്മും ഭീമും ഒരുമിച്ച് സൈക്കിളിൽ പോകുന്നതാണ് കാണിക്കുന്നത്. ആ സമയം കെമ്മ് അവർ നേരത്തെ ഒന്നിക്കും എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും അല്ലാന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ നേരത്തെ വോണാണെങ്കിൽ വൈഫിൻ്റെ അടുത്ത് ഇനി കുടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞില്ലേ, അയാൾ അങ്ങനെ പറഞ്ഞെങ്കിലും അയാൾ അങ്ങനെ ചെയ്യണമെന്നില്ല, അയാൾ എന്തൊരു പക്ഷേ വെറുതെ പറയുന്നതായിരിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം കെമ്മാണെങ്കിൽ പക്ഷേ അവരുടെ ഇടയിൽ സ്നേഹം ഉണ്ടല്ലോ എന്നിങ്ങനെ പറയാണ്. ഭീമപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് സ്നേഹം വെച്ച് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഒരുമിച്ച് നിന്നിട്ടും പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഒരുമിച്ച് നിൽക്കാതിരിക്കുന്നതല്ലേ നല്ലതെന്ന് പറയാണ്. അപ്പോൾ എന്തോ ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ഭീമിനോട് ചോദിക്കുന്നുണ്ട്, അല്ല മാസ്റ്റർ നിങ്ങളാണെങ്കിൽ ഇവരെ എല്ലാവരും സഹായിച്ചു, പക്ഷേ എന്നെ സഹായിക്കുന്നില്ല, അതെന്താ നിങ്ങൾ ഈ വില്ലേജിലുള്ളവരെ മാത്രമേ സഹായിക്കത്തുള്ളൂ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ ഡ്യൂട്ടി ഈ വില്ലേജിലുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നതാണെന്ന് ഭീമ് പറയുന്നുണ്ട്. അപ്പോൾ കെമ്മ് പറയാണ്, ഓഹ് അപ്പോൾ ഞാൻ പുറത്തുനിന്ന് വന്നൊരാളായിട്ടല്ലേ നിങ്ങളും കാണുന്നത്, കുഴപ്പമില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്നാലും നിങ്ങളുടെ കണ്ടില്ലേ ഞാൻ പുറത്തുനിന്ന് വന്നൊരു വ്യക്തിയാണ് എന്നൊരു ഇത് മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ ഒരുമിച്ച് പോകുമ്പോഴത്തേക്കും സൈക്കിളിൽ എന്തോ തട്ടിയിട്ട് ഇവർ രണ്ടിനും വീഴാൻ പോലെ പോകുന്നുണ്ട്. എമ്മ് പെട്ടെന്ന് ഭീമിൻ്റെ ഷോൾഡറിലേക്ക് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ഓ സോറി ടച്ച് ചെയ്യാൻ പാടില്ലല്ലേ എം സോറി എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർ വീണ്ടും സൈക്കിളിൽ ചവിട്ടി അങ്ങ് പോവുകയാണ്. ഇതേസമയം ജെറ്റിനെയൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ചാൺ നിൽക്കുന്ന ആ ഒരു വീട് അങ്ങോട്ടേക്ക് ചാണിനെ കൊണ്ടുവരുന്നുണ്ട്. ബാക്കി എല്ലാവർക്കും ബോധം വന്നു, എല്ലാവരും എഴുന്നേറ്റ് പോവുകയും ചെയ്തു. എന്നാൽ ചാണിന് മാത്രം ബോധം വന്നിട്ടില്ല. അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടെ ആയിട്ട് ചാണിനെ ബെഡിലേക്ക് കൊണ്ട് കിടത്തുന്നുണ്ട്. ചാണിൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള പെൺകുട്ടി അവരും ഇവിടെ കൂടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ചാണിനെ ഇങ്ങനെ ബെഡിൽ കിടത്തിയതിന് ശേഷം ജെറ്റാണെങ്കിൽ കുറച്ച് നേരം ചാണിനെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. സമയം ചാൺ നിൽക്കുന്ന വീട്ടിൽ ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ആ ഹസ്ബൻഡിനെ തന്നെയാണ് നേരത്തെ വോണുമായിട്ട് സംസാരിക്കാനായിട്ട് ചാൺ വിളിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അയാളും അയാളുടെ വൈഫും പറയുന്നുണ്ട് നീ ഇങ്ങനെ അവനെ അടുത്ത് നോക്കേണ്ട ആവശ്യമില്ല, അവൻ ഓക്കെയാണെന്ന്. ആ സമയം ജെറ്റ് എനിക്കറിയാം അല്ലെങ്കിലും അവനാരാ നോക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് പതുക്കി കളിച്ചിട്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ദിവസം പിന്നീട് ഭീമിനെ കാണാനായിട്ട് വോണ് വരുന്നുണ്ട്, എന്തൊക്കെയോ സംസാരിച്ചിട്ട് പോകുന്നുണ്ട്. ആ സമയം കെമ്മും ജെറ്റും അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഭീമു വന്ന് പറയുന്നുണ്ട് വോണാണെങ്കിൽ കുറച്ച് കാലം സിറ്റിയിൽ ജോലി ചെയ്യാനായിട്ട് പോവാണ് അദ്ദേഹം, അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുമെന്ന്. ആ സമയം ജെറ്റാണെങ്കിൽ ഇന്നലെ ഉപദ്രവിക്കാൻ വന്ന ഒരു ആത്മാവില്ലേ, ആ ആത്മാവ് കെമ്മിനെ കൊല്ലാൻ നോക്കുന്ന ആത്മാവിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ആ സമയം ഭീമ് അതെ കെമ്മിനെ കൊല്ലാൻ ശ്രമിക്കുന്ന ആ ഒരു ആത്മാവ് അതിൻ്റെ ആൾക്കാരായിട്ടുള്ള ആത്മാക്കളെ വില്ലേജിലുള്ളവരെ ഉപദ്രവിക്കാനായിട്ട് വിട്ടതാണെന്ന് പറയുന്നുണ്ട്. ജെറ്റാ സമയം അതുപോലെ തന്നെ ഇന്നലെ ആ ഒരു ആത്മാക്കളുടെ അടുത്ത് നിന്ന് കെമ്മിനെ രക്ഷിക്കാനായിട്ട് മറ്റൊരു ആത്മാവ് വന്നിട്ടുണ്ടായിരുന്നു, അതൊരാണായിരുന്നു എന്ന് പറഞ്ഞിട്ട് കെമ്മിൻ്റെ അടുത്ത് ആ ഒരു ആത്മാവിനെ മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. കെമ്മപ്പോൾ എപ്പോഴും എൻ്റെ മുന്നിൽ വരുന്ന ആത്മാവ് അതാണെന്ന് പറയുന്നുണ്ട്. ഭീമെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ആ സമയം ജെറ്റ് ഭീമിനോട് ചോദിക്കുകയാണ്, ഇന്നലെ എനിക്ക് ആത്മാവിനെ കാണാനായിട്ട് ഒരു പവർ തന്നില്ലേ, അതെനിക്ക് ഒരിക്കൽ കൂടെ തരാമോ, എനിക്ക് ആത്മാക്കളെ കാണണമെന്ന് വീണ്ടും ഭയങ്കര ആഗ്രഹമെന്ന്. ആ സമയം ഭീമാണെങ്കിൽ പറയുന്നുണ്ട് നിനക്ക് ഞാൻ അങ്ങനെ വീണ്ടും പവർ തന്നു കഴിഞ്ഞാൽ നിൻ്റെ അമ്മയും അച്ഛനും കൂടെ ആയിട്ട് എന്നെ വല്ലതും ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ശേഷം അന്ന് നൈറ്റ് കെമ്മ് കിടന്നുറങ്ങുന്ന ടൈമിന് ആ ഒരു ആണിൻ്റെ ആത്മാവ് കെമ്മിനെ ആ മറ്റേ ആത്മാക്കളിൽ നിന്ന് രക്ഷിച്ച ആ ഒരു ആത്മാവ് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൻ്റെ തൊട്ടടുത്തിരുന്നിട്ട് അവൻ്റെ മുഖത്ത് തൊടാനായിട്ട് നോക്കുന്നുണ്ട്, ഉപദ്രവിക്കാനല്ല അല്ലാണ്ട് സ്നേഹത്തോടെയുള്ളൊരു എക്സ്പ്രഷനായിരുന്നു അയാളുടെ മുഖത്തുണ്ടായിരുന്നത്. പക്ഷേ അയാൾക്ക് തൊടാൻ പറ്റുന്നില്ല, ഇവൻ ഇട്ടേക്കുന്ന ഒരു മാല എന്തോ കാരണം. അപ്പോൾ അയാൾക്ക് പെട്ടെന്ന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്, അവിടെ നിന്ന് മാങ്ങി പോകുന്നുണ്ട്. ആ സമയം തന്നെ ജനലൊക്കെ തുറന്നടയ്ക്കുന്നുണ്ട്. ആ ശബ്ദം കേട്ട് കെമ്മ് എണീക്കുന്നുണ്ട്. ഇതേസമയം ആത്മാവ് നേരെ ഭീമിൻ്റെ അടുത്തേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഭീമിനെ കണ്ടിട്ട് നമ്മൾ കണ്ടിട്ട് ഒത്തിരി കാലം ആയല്ലോ വാട്ട് എന്നിങ്ങനെ വിളിക്കുകയാണ്. ഈ ഭീമിൻ്റെ പേര് വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ട്. എനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയത് ഭീം എന്നാണ്. പേരിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ആരും എന്നെ ഒന്നും ചെയ്തേക്കരുത്, എൻ്റെ തെറ്റല്ല ഗൂഗിളിൻ്റെ തെറ്റാണ്. നമുക്ക് എന്തായാലും പേരെന്തെങ്കിലും വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് ചേഞ്ച് ചെയ്യാം. എന്തായാലും അങ്ങനെ സംസാരിക്കുന്നതിനെ കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.